നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിശകലനമാണ് ലൈവ് ന്യൂസ്. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്. മേജർ രവി BJPയിലേക്കെന്ന വാർത്തയാണത്. വൈകുന്നേരം 7 മണിക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒരു പരിഹാര സാധ്യതയുണ്ടെങ്കിൽ BJPയിൽ ഇന്ന് തന്നെ അംഗത്വമെടുക്കുമെന്നാണ് മേജർ രവി അറിയിച്ചിരിക്കുന്നത്. ഇനി ലൈവ് ന്യൂസിലെ ആദ്യത്തെ വാർത്തയിലേക്കാണ്. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻ ധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ അറിയിച്ചു. KSRTCയിൽ യൂണിയനുകൾ ഭരിക്കില്ലെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്. തൊഴിലാളികൾ ജോലി ചെയ്യും, ഭരണം MD നോക്കും, സാമ്പത്തിക ചോർച്ച അടയ്ക്കും, ദുർച്ചെലവുകൾ അവസാനിപ്പിക്കും, തൊഴിലാളികളുടെ ക്ഷേമം മന്ത്രി എന്ന നിലയിൽ ഉറപ്പാക്കുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. തീർച്ചയായിട്ടും വീണ്ടും മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. ഗതാഗത വകുപ്പ് ആണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയുകയാണെങ്കിൽ ഗതാഗത വകുപ്പ് ആണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളടുത്ത് പറയാം. മെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഏത് വകുപ്പ് കിട്ടിയാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ തീരുമാനമനുസരിച്ച് ആ തീരുമാനം ഇന്നൊട്ട് പ്രാവർത്തികമാവുകയാണ്. ഏത് വകുപ്പായി കിട്ടിയാലും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക, അത് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കഴിവുകളനുസരിച്ച്. ഇതാണ് എൻ്റെ ഒരു പൊതുവായ നയം. അതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ആരായിരിക്കും മന്ത്രിമാരെന്ന കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി മന്ത്രിസഭയിലേക്ക് വരുമെന്ന് ഇരുവരും പറയുന്നു. പക്ഷേ KB ഗണേഷ് കുമാർ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. KSRTCയിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് ഇതുവരെ നടന്ന ചില രീതികൾ ഇനി നടപ്പാകില്ല എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. മറുവശത്ത് പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും അദ്ദേഹം മന്ത്രിയാകുന്നതിൽ പ്രതിഷേധിച്ച് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റീന, LDFന് തന്നെ മുൻ ധാരണ പ്രകാരമാണ് സർക്കാരിന്റെ മുഖമിനുക്കൽ. ഇന്ന് രാവിലെ മുന്നണി യോഗത്തിന് തൊട്ടു മുമ്പാണ് ആന്റണി രാജുവും ഒപ്പം അഹമ്മദ് ദേവർകോവിലും ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയും രാജി സമർപ്പിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് രാജിക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇരു മന്ത്രിമാരും നടത്തിയത്. പൂർണ്ണ സംതൃപ്തിയോടും ആത്മവിശ്വാസത്തോടുമാണ് ഈ രാജി വയ്ക്കുന്നത് എന്നതായിരുന്നു ആന്റണി രാജുവിന്റെയും ഒപ്പം അഹമ്മദ് ദേവർകോവിലിന്റെയും പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് EP ജയരാജന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൂടുതൽ കക്ഷികൾക്ക് പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പുനഃസംഘടന നടക്കുന്നത് എന്നതാണ് EP ജയരാജൻ, LDF കൺവീനർ കൂടിയായ EP ജയരാജൻ പറയുന്നത്. അതേസമയം ഈ നേരത്തെ നിശ്ചയിച്ച മന്ത്രി പദവിയാണ് വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നതാണ് EP ജയരാജൻ പറയുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നടക്കുക. രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൈമാറിക്കഴിഞ്ഞു. KB ഗണേഷ് കുമാറിന് ഗതാഗതവും ഒപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമായിരിക്കും ലഭിക്കുക. ഇരു മന്ത്രിമാരും നേരത്തെ
നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന തന്നെ വകുപ്പുകളായിരിക്കും. മാത്രമല്ല ഇതിൽ ഗതാഗത മന്ത്രി ആകാനുള്ള KB ഗണേഷ് കുമാറിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ ഗതാഗത വകുപ്പാണ് സ്വാഭാവികമായും KSRTC ഉൾപ്പെടുന്ന വകുപ്പ് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വകുപ്പാണ്. പക്ഷേ ആ വകുപ്പാണ് തന്നെ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് KSRTCയെ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും KB ഗണേഷ് കുമാർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ യൂണിയനുകളുടെ ഭരണം ഒരു വിധത്തിലും അനുവദിക്കില്ല എന്നും MD ആണ് ഭരിക്കുക എന്നും കൃത്യമായി ഈ ഭരണം നടത്തുമെന്നും KB ഗണേഷ് കുമാർ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് LDFൽ ഉറച്ചു നിന്നതിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഏത് വകുപ്പ് തന്നാലും അത് കൃത്യമായി ആ വകുപ്പിന്റെ ചുമതലകൾ നിറവേറ്റുമെന്നുള്ള ഒരു പ്രതികരണമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചിരിക്കുന്നത്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഇനിയും ഈ മന്ത്രിപദവി ഒഴിഞ്ഞതിന് ശേഷവും തിരുവനന്തപുരം മണ്ഡലത്തിൽ സജീവമാകുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് മടക്കമെന്ന് അഹമ്മദ് ദേവർകോവിലും എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷമടക്കം ഈ മന്ത്രിപദവി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിച്ച KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാർ എത്തുന്നു. അതേസമയം നേരത്തെ ചില വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വകുപ്പുകൾ തമ്മിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നിശ്ചയിച്ച ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പുകൾ തന്നെയായിരിക്കും പുതിയ മന്ത്രിമാർക്ക് ലഭിക്കുക എന്ന സൂചനയുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ക്രിസ്റ്റീന, പ്രതിഷ, ഇതിൽ ഏത് വകുപ്പാണ് കിട്ടുന്നത് എന്ന് അറിയുന്നതിന് മുൻപായിരുന്നു KB ഗണേഷ് കുമാറിന്റെ പ്രതികരണമെങ്കിലും അദ്ദേഹം വലിയ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇനി KSRTCയിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭരണം നടക്കില്ല, MD അഡ്മിനിസ്ട്രേഷൻ നോക്കും, തൊഴിലാളികൾ അവരുടെ ജോലി ചെയ്യുക, അതേപോലെ തന്നെ ചില ആശയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ KSRTCയിൽ ഇതുവരെയുള്ള രീതി ഇനി തുടരാൻ പാടില്ല എന്നൊരു സൂചന തന്നെയല്ലേ KB ഗണേഷ് കുമാർ നൽകുന്നത്? തീർച്ചയായും ക്രിസ്റ്റീന, കാരണം ഈ ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിക്കത്ത് കൈമാറി ആന്റണി രാജു പുറത്തിറങ്ങുമ്പോൾ നടത്തിയ പ്രതികരണം പോലും താൻ നിറവേറ്റിയത്, അല്ലെങ്കിൽ വലിയ തരത്തിൽ KSRTC ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് മന്ത്രിപദവി ഏറ്റെടുക്കുന്നത്. ആ പ്രതിസന്ധി ഒക്കെ തന്നെ ഒരു പരിധിവരെ ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതായിരുന്നു ആന്റണി രാജുവിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാറും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. KSRTCയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം ശമ്പളം നൽകുക എന്നതടക്കമുള്ള വലിയ പ്രതിസന്ധി, ഒപ്പം ഇത്തരത്തിൽ യൂണിയനുകളെ, ഭരണ പ്രതിപക്ഷ യൂണിയനുകളെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളും ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ KB ഗണേഷ് കുമാർ നടത്തുന്നുണ്ട്. അതുതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ യൂണിയനുകളുടെ ഭരണം അനുവദിക്കില്ല, ആവശ്യമെങ്കിൽ വടിയെടുത്തുകൊണ്ട് KSRTCയെ മെച്ചപ്പെടുത്തുമെന്നും KSRTCയെ ഒരു അഭിമാന പദത്തിൽ എത്തിക്കുമെന്നുമുള്ള പ്രതികരണമാണ് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു, ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും KB ഗണേഷ് കുമാറിന് ലഭിക്കുക. ഇനി അങ്ങനെയെങ്കിൽ ഈ മന്ത്രിപദം ഏറ്റെടുത്തതിന് ശേഷമുള്ള തീരുമാനങ്ങൾ, ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അടക്കമായിരിക്കും, അല്ലെങ്കിൽ ആ മാറ്റങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു വകുപ്പ് തന്നെയാണ് KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഉള്ളത്. അതേസമയം രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് തുറമുഖ വകുപ്പ്. വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം പുരോഗമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഈ കൂടുതൽ കാര്യങ്ങൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അടക്കം ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അദ്ദേഹത്തെയും സംബന്ധിച്ച് ഉള്ളത്. എന്തായാലും ഈ വകുപ്പുകൾ സംബന്ധിച്ച സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പറയും. ക്രിസ്റ്റീന, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രദേശ്. മറ്റു വാർത്തയിലേക്ക്. ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ പുതിയ ഭരണസമിതി നിയമ നടപടിക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ലെന്ന് അവകാശപ്പെട്ട് മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ തന്നെ രംഗത്തുവെത്തി. मैंने कुश्ती से संन्यास ले लिया है, मेरा लोकसभा का चुनाव आ रहा है और भी मेरे पास बहुत काम है, तो अब जो भी कहना होगा, सरकार से बात करनी होगी या कोर्ट में जाना होगा, इससे मेरा कोई लेना देना नहीं है. अब ये नई फेडरेशन करेगी.
ഇപ്പോൾ സംഭവിച്ചത് ഗുസ്തിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സാക്ഷി മാലിക്കും പ്രതികരിച്ചു. इंतज़ार यही है कि पुख्ता सबूत मिल जाए, रिटर्न में पता चल जाए कि क्या चीज़ रद्द हुई है, फेडरेशन है या संजय सिंह रद्द हुए हैं. तो जैसा भी होगा फिर आगे की वो उनका पॉलिटिकल है, वो उनका एजेंडा है, लेकिन हमारी जो लड़ाई है वो सरकार से ना तो थी और ना आगे रहेगी. हमारी लड़ाई सिर्फ एक आदमी से थी. हमारी लड़ाई जो है महिलाओं के लिए थी, फेडरेशन में जो बेटियां हैं, जो नए रेसलर्स हैं, उनके लिए थी. और बस ये लड़ाई हम लड़ रहे हैं अपने तरीके से जैसे भी है. मैं तो संन्यास का मैंने अनाउंस किया है और बस यही चाहूँगी कि जो आने वाली बेटियां हैं, बच्चे हैं, उनको न्याय. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, പുതിയ ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ്, അത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായി പുതിയ അധ്യക്ഷനുള്ള ബന്ധം, സാക്ഷി മാലിക്കും വീരേന്ദർ സിംഗും അടക്കമുള്ള താരങ്ങളുടെ പ്രതിഷേധം, അതിനുശേഷം കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് മലർത്തിയടിക്കലെന്ന് തോന്നുന്നത് പോലെയുള്ള ഒരു നീക്കം ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ അവരത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. എന്തായാലും കേന്ദ്ര കായിക മന്ത്രാലയം എന്ത് സന്ദേശമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഗുസ്തി ഫെഡറേഷൻ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? ക്രിസ്റ്റീന, ഈ പുതിയ ഗുസ്തി ഫെഡറേഷന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് പിന്നാലെ, ചുമതലയേറ്റതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളുമാണ് സമിതിക്ക് നേരെ ഉയർന്നത്. അതിൽ പ്രധാനമായും ഉയർന്നത് അതിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റ സഞ്ജയ് കുമാർ സിംഗിനെതിരെയായിരുന്നു. കാരണം അദ്ദേഹം ബ്രിജ്ഭൂഷന്റെ അടുത്ത അനുയായി ആയിട്ടുള്ള ഒരാളാണ് സഞ്ജയ് കുമാർ സിംഗ്. അതുകൊണ്ട് തന്നെ ഇതിൽ നീതി നടപ്പായിട്ടില്ല എന്നുള്ളതായിരുന്നു ഗുസ്തി താരങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. ബജ്രംഗ് പുനിയയും വീരേന്ദർ സിംഗും പത്മശ്രീ മടക്കി നൽകുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കായിക മന്ത്രാലയം ഇന്ന് ഈ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. കായിക മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഭരണഘടനാ ലംഘനം ഭരണസമിതി നടത്തി എന്നുള്ളതാണ്. അതായത് പഴയ ഭാരവാഹികളുടെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് ഈ പുതിയ സമിതിയും പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് കായിക മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ സമിതി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്പം മുൻപ് ബ്രിജ്ഭൂഷൺ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ നിലവിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. സഞ്ജയ് കുമാർ തൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ അടുപ്പക്കാരനോ ഒന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ ഫെഡറേഷൻ സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അതെല്ലാം തന്നെ അവരാണ് വിശദീകരിക്കേണ്ടത്. തനിക്കിപ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ സസ്പെൻഡ് ചെയ്ത നടപടിയെപ്പറ്റി സർക്കാർ തന്നെ പ്രതികരിക്കണം എന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങൾ, ഈ ലൈംഗിക ആരോപണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ താൻ പ്രതികരിക്കേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ ഉയർന്ന മറ്റൊരു ചോദ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ്, ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് സുതാര്യമായി തന്നെയാണ് നടന്നത്. അതിൽ യാതൊരു ക്രമക്കേടുകളോ അല്ലെങ്കിൽ മറ്റ് ഒരു ബാഹ്യ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. തൻ്റെ 12 വർഷക്കാലത്തോളം താൻ ഗുസ്തി മേഖലയ്ക്ക് വേണ്ടി സംഭാവനകൾ ചെയ്തു. അതിൽ വ്യക്തി താല്പര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സാക്ഷി മാലിക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇത് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കായിക മന്ത്രാലയത്തിൻ്റെ ഈ നടപടി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നുള്ളതാണ്. നമ്മുടെ പ്രതിഷേധം ഈ മേഖലയിലെ താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് തുടരുമെന്നുള്ളതാണ് സാക്ഷി മാലിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ പുതിയ സമിതി ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നുള്ള സൂചനകളും ഈ നിമിഷത്തിൽ ലഭ്യമാകുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് മലപ്പുറം പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. കടത്ത് സംഘങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു അന്വേഷണം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, പലപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അവർക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്, വിവരങ്ങൾ കൃത്യമായി അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിലല്ലേ SIക്കെതിരായ നടപടി?
ക്രിസ്റ്റീന, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന എൻ ശ്രീധരൻ ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DIG ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ സേനയിൽ നിന്നുള്ള വിവരങ്ങൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ചോർത്തി നൽകുകയും ഇതിന് പ്രതിഫലം വാങ്ങിയതായും ജില്ലാ പോലീസ് മേധാവി കണ്ടെത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പ്രതിഫലമായി ഇദ്ദേഹം കൂടുതൽ പണം വാങ്ങി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടും ഒക്കെ തന്നെ പരിശോധന അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി DIGക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ DIG അജിത ബീഗം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും സ്വർണ്ണക്കടത്ത് ബന്ധത്തിന്റെ ഒപ്പം തന്നെ ഒത്താശയുടെ അടിസ്ഥാനത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ കരിപ്പൂരിൽ അറസ്റ്റിലും ഒപ്പം തന്നെ സസ്പെൻഷനിലുമായിരുന്നു. നേരത്തെ CISFന്റെ അസിസ്റ്റന്റ് കമാൻഡന്റ് നവീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കസ്റ്റംസിൽ ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ സ്വർണ്ണക്കടത്തിന്റെ പേര് കരിപ്പൂരിൽ പിടിയിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിലെ ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നടപടി നേരിടുന്നത്. ക്രിസ്റ്റീന. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. കൊച്ചി മറൈൻ ഡ്രൈവ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ഒരു അജ്ഞാത മൃതദേഹം ആരുടേതാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തിയിട്ടും മൃതദേഹം നീക്കാനോ ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. ലൈവ് ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക്. നവകേരള യാത്രയ്ക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തം. രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ MP രംഗത്തെത്തി. മോദി ചെയ്യുന്നത് തന്നെ പിണറായിയും ചെയ്യുന്നുവെന്ന് കെ മുരളീധരൻ MP കുറ്റപ്പെടുത്തി. മറ്റൊരു പതിപ്പ് എന്ന് പറയുന്നത് മോഡി തന്നെയാണ് ചെയ്യുന്നത്. പത്രക്കാർക്കെതിരെ കേസെടുക്കുക, 24-നെതിരായിട്ടെടുത്തു. മറ്റേ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ DGPയുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ എടുത്തു. ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാന്റെ കൽപ്പന. പോലീസിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. 101% തെളിവുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൂ. ഫോൺ വിളിച്ചത് മാത്രമല്ല ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നും EP ജയരാജൻ പറഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കണം. ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടിയെടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഷൂ എറിഞ്ഞ KSU പ്രവർത്തകർക്കെതിരായ കേസിലെ വകുപ്പുകളെ കോടതി വിമർശിച്ചത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം. ഞാൻ ഞാൻ നോക്കി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞത്. അതെന്താണ് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് അതിൻ്റെ കോടതിയുടെ നിരീക്ഷണം എന്താണ്, എന്താ കേസ്, ആരാ പരാതിക്കാരൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരെയും കേസെടുത്ത് എന്താണ് അവർ ചെയ്ത കുറ്റം? അവരാകെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരാരെങ്കിലും തല്ലാൻ പോയിട്ടുണ്ടോ? അവരാരെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടോ? അവർ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കെതിരായിട്ടും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അവിടെ റിപ്പോർട്ട് ചെയ്താൽ മോഡി അപ്പോൾ കേസെടുക്കും, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും, ജയിലിലാക്കും. അതേ ശൈലിയാണ് ഇവിടെയും. പോലീസ് രാജ് സ്റ്റേറ്റാക്കി മാറ്റാൻ വേണ്ടി അതിലൂടെ എല്ലാവരുടെയും വായടപ്പിക്കാനുള്ള മോഡി നാഷണൽ തന്ത്രത്തിൻ്റെ കേരള പതിപ്പാണ് പിണറായി വിജയൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കേസെടുത്തതിന് വിമർശനമുണ്ടാകുമ്പോൾ LDF കൺവീനർ EP ജയരാജന്റെ ഭാഷ്യം വേറെയാണ്. അതിനെ ന്യായീകരിക്കുകയാണ്. 101% തെളിവുണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഇത് ചെയ്യൂ. മാത്രവുമല്ല, ഫോൺ വിളി മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന സൂചനയും കൂടി EP ജയരാജൻ നൽകുന്നുണ്ടല്ലോ.
നിലവിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കോടതി മുമ്പാകെ കാര്യമായ തെളിവുകളൊന്നും തന്നെ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. അതിനിടയിലാണ് ന്യായീകരിച്ച വശം കെട്ട് ഇപ്പോൾ LDF കൺവീനർ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇതിൽ ഫോൺ കോളുകൾ അല്ലാതെ മറ്റനേകം തെളിവുകൾ ഉണ്ട്, അല്ലാതെ കേസെടുക്കില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് അത് പറയാതെ മറ്റ് തരമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇന്നലെ ഈ കേസെടുത്ത നടപടിയെ ന്യായീകരിച്ചും അതിന് പിന്തുണച്ചും രംഗത്ത് വരുമ്പോൾ LDF കൺവീനർക്ക് മറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് EP ജയരാജൻ ചെയ്തു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഈ വിനീത വിജിക്കെതിരായ കേസിൽ അതിശക്തമായ പ്രതിഷേധം ഇപ്പോഴും ഉയരുക തന്നെയാണ്. ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അതിനെ അനുകൂലിച്ചു വരുന്നത്. പക്ഷേ അതിനപ്പുറം പൊതുസമൂഹവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി ഇന്ന് K മുരളീധരനും KC വേണുഗോപാലും പറയുകയുണ്ടായി. മാധ്യമങ്ങളെ വായ് മൂടിക്കെട്ടി ഇരിക്കാൻ വേണ്ടി ഭയപ്പെടുത്തുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നതെന്നാണ് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതായത് നിലവിൽ ഈ കേസെടുത്ത നടപടി നേരത്തെ തന്നെ പിണറായി വിജയൻ സർക്കാർ തുടർന്നു വന്ന നേരത്തെ തന്നെ തുടർന്നു വന്ന അവരുടെ ചെയ്തികളുടെ അതേ പതിപ്പ് തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷം. പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് 24. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഈ വിഷയത്തിൽ നിയമ നടപടികളുമായി 24 മുന്നോട്ട് പോവുകയാണ്. കോടതി ഇക്കാര്യത്തിൽ എന്ത് തെളിവാണ് ഉള്ളതെന്ന് ചോദിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിച്ചപ്പോൾ കോടതി എന്താണ് ചോദിച്ചതെന്ന വിവരം ആ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ KPCC മാർച്ചിനെതിരായ പോലീസ് നടപടി ഉയർത്തി സർക്കാരിനെതിരെ പോർമുഖം തുറക്കാൻ പ്രതിപക്ഷം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമെതിരെ അവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കറെ സമീപിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് K മുരളീധരനും വ്യക്തമാക്കി. തന്റെ ആരോഗ്യ പ്രശ്നം മനസ്സിലാക്കി ഇന്നലെ തന്നെ ലക്ഷ്യം വെച്ച് ഗ്രനേഡ് എറിഞ്ഞുവെന്ന് K സുധാകരൻ ആരോപിച്ചു. ഇന്നലത്തെ പോലീസ് നടപടിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃനിര ഒന്നടങ്കം ഇല്ലാതാകുമായിരുന്നുവെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ ആരോപിച്ചു. 6 MP-മാർ, MLA-മാർ, മുൻ മന്ത്രിമാർ ഇവരെല്ലാം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ഈ വന്ന് ഒരു അടിയിൽ വീണ് ഒരു പൊട്ടിയില്ല. പക്ഷെ അത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അവിടെയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം പോവുമായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി AB ജയശങ്കർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഇത് ഒരു പ്രതിഷേധ മാർച്ച്, അതിനെതിരായ നടപടി, വളരെയധികം പ്രതികരണങ്ങൾ വരുന്നു. ഇതിനൊക്കെ അപ്പുറമായി ഇത് MP-മാരുടെ അവകാശ ലംഘനം എന്ന നിലയിലേക്ക് ഉയരുകയല്ലേ? ആ രീതിയിൽ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടാനാണോ ഇപ്പോഴത്തെ ശ്രമം? ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ, MP-മാർ, MLA-മാർ എന്നുള്ള രീതിയിൽ അവരുടെ അവകാശങ്ങളിലേക്ക് പോലീസ് കടന്നു കയറുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനെതിരെ തന്നെയാണ് KPCC നിലപാട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭയിലും ഒപ്പം പാർലമെന്റിലും കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടാണ് K സുധാകരൻ പാർലമെന്റിലും ഒപ്പം നിയമസഭയിലും സംസ്ഥാനത്ത് അനിൽകുമാറും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുന്നത്. KPCC അധ്യക്ഷന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന പോലീസിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്ന സൈക്കോപാത്താണ് പിണറായി വിജയൻ എന്നാണ് K സുധാകരൻ പറഞ്ഞത്. ബ്രണ്ടൻ കോളേജിലെ കഥകൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഇനി അത് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും MP-മാരും MLA-മാരും ഉൾപ്പെടെ വാഷ് ഔട്ടായി പോയതിനെ അത്തരത്തിലുള്ളൊരു ആക്രമണമാണ്, ഗ്രനേഡേറാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ള അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് KPCCയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഈ മാസം 27-ന് മണ്ഡലം തലത്തിൽ കോൺഗ്രസ് പോലീസ് നടപടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം സർക്കാരിനോട് KPCC ആവശ്യപ്പെടും. ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറായില്ല എങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് K സുധാകരൻ ഇന്ന് പറഞ്ഞത്. അത്തരത്തിൽ എല്ലാ തലത്തിലും
നിയമനിർമ്മാണ സഭകളിലും ഒപ്പം നിയമപരമായി കോടതിയിലും മറ്റു തലത്തിലും രാഷ്ട്രീയപരമായി തെരുവുകളിലിറങ്ങിയും പോലീസ് അതിക്രമത്തെ പൂർണ്ണമായും പ്രതിരോധിച്ച ഇതിനെതിരെ സർക്കാരിനെതിരെയുള്ള സമരമാക്കിക്കൊണ്ട് ശക്തമാക്കാനാണ് KPCCയുടെ തീരുമാനം. ആ രീതിയിൽ അതിരൂക്ഷമായാണ് ഇന്ന് KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെയും ആഞ്ഞടിച്ചത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു പോലീസ് മേധാവി ഇല്ല, ഒരു കളിപ്പാവയാണ് സംസ്ഥാന പോലീസ് മേധാവി എന്നാണ് പറഞ്ഞത്. P. ശശിയാണ് ഈ സംസ്ഥാന പോലീസിനെ ഭരിക്കുന്നത്. അത്തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്, നിയമപരമായും രാഷ്ട്രീയപരമായും നിൽക്കാൻ തന്നെയാണ് KPCCയുടെ തീരുമാനം. ക്രിസ്റ്റീന. ശരി, വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയമായുമുള്ള ഇടപെടലുണ്ടാകും. അതിനൊക്കെ ഉപരിയായി അവിടെ MP-മാരടക്കമുള്ള സദസ്സിലാണ് ഇത്തരത്തിലൊരു പോലീസ് നടപടി ഉണ്ടായത്. അവരിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ K. സുധാകരൻ MP ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. അതിലുപരിയായി കൂടുതൽ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളും നൽകുമെന്നാണിപ്പോൾ KPCC പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. ലൈവ് ന്യൂസ് തുടരുകയാണ്. മേജർ രവി BJPയിൽ ചേർന്നു. വൈകിട്ട് BJP അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. 7 മണിക്കാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി AV ജയശങ്കർ വീണ്ടും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഇന്ന് തന്നെ പാർട്ടിയിൽ അംഗത്വം എടുക്കും. വിമുക്ത ഭടന്മാരും സൈനികരും കേരളത്തിൽ നിന്നുള്ളവർ JP നദ്ദയെ കാണും. ആ കൂടിക്കാഴ്ചയിൽ അവരവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അതിനൊരു പരിഹാരമുണ്ടെങ്കിൽ ചേരുമെന്ന വിശദീകരണമാണ് വന്നിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മേജർ രവി BJPയിലേക്ക് എന്ന് തന്നെ പറയാം. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഇന്ന് രാത്രി ഉണ്ടാകും. 7 മണിക്കാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ മേജർ രവിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മേജർ രവി കൃത്യമായി സൈനികരുടെയും ഒപ്പം വിരമിച്ച സൈനികരുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ BJP നേതൃത്വത്തിന് മുന്നിൽ, പ്രസിഡന്റിന് മുന്നിൽ ഉന്നയിക്കും. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കാമെന്ന ഒരു ഉറപ്പ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചാൽ അദ്ദേഹം അംഗത്വം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് രാത്രി 7 മണിക്ക് കൂടിക്കാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കണം. ആ സമയത്ത് കൃത്യമായ ഇതിനൊരു മറുപടി നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അദ്ദേഹം നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഈ ഒരു BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെയാണെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന്. മേജർ രവി BJPയിലേക്ക് എന്ന വാർത്തയാണ് AV ജയശങ്കർ പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് വിലക്ക് എന്ന വാർത്ത വരുന്നു. കാട്ടായിക്കോണം സ്വദേശിനിയായ രജനിക്കാണ് വിലക്ക്. കാട്ടായിക്കോണം സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കില്ലെന്നാണ് CITU പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ചുമട്ടുതൊഴിലാളിയായ ഈ വനിതാ ഡ്രൈവറുടെ സഹോദരൻ രാജേഷ് നാളെ മുതൽ ജോലിക്ക് കയറേണ്ടെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രചാരണായുധമാക്കാൻ BJP. സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്താനാണ് BJP ഭാരവാഹി യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശം. ഈ മാസം 30-ന് അയോധ്യയിൽ മഹാറാലി സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത്തവണ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ ടോപ്പ് ലിസ്റ്റിൽ ഉണ്ടാകുന്നത് രാമക്ഷേത്രമാണ് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ഈ ദക്ഷിണേന്ത്യയിലൊക്കെ ഇതിന് എത്രത്തോളം പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന സംശയവും ചിലർ ഉന്നയിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതുമായി ഏത് രീതിയിലായിരിക്കും BJP മുന്നോട്ട് പോവുക? ക്രിസ്റ്റീന, രാമക്ഷേത്ര വിഷയം രാജ്യത്താകമാനം BJPക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിക്കകത്തുള്ള ഒരു വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഈ മാസം 30-ന് പ്രധാനമന്ത്രി അയോധ്യയിൽ റോഡ് ഷോ നടത്തുകയാണ്. ജനുവരി 22-ലെ പ്രതിഷ്ഠാ ദിനം പരമാവധി ആളുകളിൽ എത്തിക്കാനും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം അത് വലിയ ചർച്ചയാക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ അയോധ്യ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും കഴിഞ്ഞ ദിവസമായി ചേർന്ന BJP ഭാരവാഹി യോഗത്തിലാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം 38 എന്ന വോട്ട് വിഹിതം അത് 50% ഉയർത്താനും ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര പദ്ധതികൾ പരമാവധി ആളുകൾക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇതിനെല്ലാം ഉപരി അയോധ്യ രാമക്ഷേത്രം പ്രചാരമാക്കിയ വിഷയം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലാണ് BJP ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാകാൻ പോകുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ.
മറൈൻ ഡ്രൈവ് ഷോപ്പിംഗ് കോംപ്ലക്സിന് താഴെ മൃതദേഹം കണ്ടെത്തി ആളെ തിരിച്ചറിഞ്ഞില്ല. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഈ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നു, ആളെ ഇതുവരെ തിരിച്ചറിയാനാകുന്നില്ല, അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ മൃതദേഹം മാറ്റാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, മറൈൻ ഡ്രൈവിലെ GCDA ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സമീപത്തെ മേൽപ്പാലത്തിന് താഴത്താണ് ചവർക്കൂനയിൽ കിടക്കുന്ന നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇതുവരെ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. രാത്രികാലങ്ങൾ ഉൾപ്പെടെ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റും തമ്പടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവരിലാരെങ്കിലുമാണോ മരിച്ചത് എന്നുള്ളതും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹം അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീകാര്യത്തെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടന്ന അതിഥി തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. ബീഹാർ സ്വദേശിയായ ദീപകിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശി വിനയനെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ ചിറയൻകീഴിൽ ഈ ശ്രീകാര്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ ഒരു സീവേജ് പൈപ്പ് ലൈനിന്റെ പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദേശം കുറച്ച് ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ ചില അപകട സാധ്യതകളും ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി ഇത്തരത്തിൽ തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നതും 2 തൊഴിലാളികൾ ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. അതിന് പിന്നാലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഈ പോത്തൻകോട് ഐരൂപ്പാറ സ്വദേശിയായ വിനയനെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. പക്ഷേ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വന്നത് ഈ ബീഹാർ സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ രക്ഷാപ്രവർത്തനമാണ്. അദ്ദേഹത്തിന്റെ പേര് ദീപക് എന്നാണ്. അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. കാര്യം ഈ കല്ലും മണ്ണും അതുപോലെ തന്നെ കളിമണ്ണും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീഴുന്നൊരവസ്ഥ. ഏതാണ്ട് 6 അടി താഴ്ചയിലേക്ക് ഈ തൊഴിലാളി താഴ്ന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തൊഴിലാളി ഉള്ള സ്ഥലം ഫയർഫോഴ്സിന് കണ്ടെത്താൻ സാധിച്ചത് കൊണ്ട് തന്നെ ഓക്സിജനും വെള്ളവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആദ്യഘട്ടത്തിൽ നിന്ന് എത്തിക്കാൻ സാധിച്ചു. എന്തായാലും മണിക്കൂറുകളോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ JCB ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ ബീഹാർ സ്വദേശിയായ ദീപകിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിന് പിന്നാലെ ഇയാളെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഈ 2 തൊഴിലാളികളുടെയും ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നു. ഈ 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടന്ന അതിഥി തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ ദീപകിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തൊഴിലാളിയെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ചൊവ്വാഴ്ച ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം 64,000 പരിമിതപ്പെടുത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ബുധനാഴ്ച 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി അനുമതി നൽകുക. അരവണ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വെർച്വൽ ക്യൂവിൽ 26-ാം തീയതി ഞങ്ങൾ 64,000 വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് 64,000 ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ 80,000 തന്നെയാണ്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇന്നലെ 2 ലോഡ്, ഇന്നിപ്പോൾ രാത്രി 2 ലോഡ് വരും. നാളെ രാവിലെ വീണ്ടും 1 ലോഡ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന 5 ലക്ഷം ലോഡിൻ്റെ കാര്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് ചേരുന്നത് സന്നിധാനത്ത് നിന്ന്. രാഹുൽ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ തിരക്ക് നിയന്ത്രണം ചൊവ്വാഴ്ച വരുന്നു. 64,000 പരിമിതപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച പല ദിവസങ്ങളിലും 1,00,000-നടുത്തായിരുന്നു ഭക്തരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഈ 64,000 വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തുന്നത് സഹായിക്കുമോ? 2, അരവണ വിതരണത്തിലെ പ്രശ്നവും കഴിഞ്ഞ ദിവസം രാഹുൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇക്കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ പരിഹരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ 5 ടിൻ എന്നതിൽ കൂടുതലായി അരവണ ഭക്തർക്ക് ലഭിച്ചു തുടങ്ങിയോ?
ക്രിസ്റ്റീന, മണ്ഡല പൂജയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുക. അതുകൊണ്ട് കാര്യമായ തിരക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ ഇന്ന് തീർത്ഥാടനം നടത്തി കഴിഞ്ഞു. ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുകയാണ്. ഇനി ക്രിസ്റ്റീന ചോദിച്ച 2 കാര്യങ്ങൾ, അതിലൊന്ന് തങ്കയങ്കി ഘോഷയാത്ര 2ാം ദിനവും പ്രയാണം തുടരുകയാണ്. മറ്റന്നാളായിരിക്കും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശബരിമലയിൽ എത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നട തുറക്കുക. അന്ന് വെർച്വൽ ക്യൂ ഏതാണ്ട് 64,000 ആയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മണ്ഡലപൂജ നടക്കുന്ന ബുധനാഴ്ച 70,000 വെർച്വൽ ക്യൂ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് ഈ തങ്കയങ്കി എത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഭക്തർ ആ തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ നിയന്ത്രിച്ചാൽ മാത്രമാണ് ആ ആളുകൾക്ക് കൂടി ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം ബുധനാഴ്ച നെയ്യഭിഷേകം രാവിലെ 9:45 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സാധാരണ 11:30 വരെ ഉണ്ടാകാറുണ്ട്. അത് മണ്ഡലപൂജ നടക്കുന്നതുകൊണ്ടാണ് ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഈ അപ്പം അരവണ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ശർക്കര എത്താൻ വൈകിയതായിരുന്നു അപ്പം അരവണ വിതരണത്തെ ഒരു പ്രതിസന്ധിയായി മാറിയത്. അത് നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നലെ 5 ആയിരുന്നു. 5 ബോട്ടിൽ വെച്ചായിരുന്നു ഒരു തീർത്ഥാടകന് നൽകിയിരുന്നത്. ഇന്നത് 10 ഉയർത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും 10 വീതം അരവണ ബോട്ടിലുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം ശർക്കര പ്രതിസന്ധി പരിഹരിക്കാനായി 50 ലക്ഷം കിലോ ശർക്കര ടെൻഡർ നൽകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും അപ്പം അരവണ വിതരണത്തെ ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മളൊപ്പം ചില തീർത്ഥാടകർ കൂടി ചേരുന്നുണ്ട്. ഇവർ 18 മണിക്കൂർ വരെ ക്യൂ നിന്നു എന്നാണ് പറയുന്നത്. അവരോട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തീർത്ഥാടനം? കുഴപ്പമില്ല. അന്നദാനം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പമ്പയിൽ നിന്ന് ഒരു പോലീസുകാരനോട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവര് ഈ ലാസ്റ്റത്തെ കെട്ടിലിട്ടിട്ട് പെട്ടെന്ന് തുറക്കുകയാണ്. അപ്പോൾ അവർ ഫോണുമീൻ കളിച്ചിട്ട് ഇങ്ങനെ ഗേറ്റിന് തുറന്നിട്ട് പോലും ഇങ്ങനെ തിരിഞ്ഞാണ്. അതിൽ കൂടുതൽ ആള് വന്നിട്ട് കുട്ടികൾ ഇതൊക്കെ പോയിട്ട് കുടുങ്ങുകയാണ് ആ കമ്പിക്കിടയിൽ. അപ്പോൾ നല്ലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേമാതിരി ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കുള്ള ക്യൂ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവിടെ പോലീസുമാരതൊന്നും മാറ്റിത്തില്ല. അപ്പോൾ ഈ കുട്ടി ഛർദ്ദിച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം പറഞ്ഞാലോ കുഴപ്പമില്ല, ഇവിടെ ഇതിലെ കുട്ടികൾക്ക് വേറെ ക്യൂ ഉണ്ട്. നമ്മൾ ചോദിച്ചാലുള്ളൂ നമുക്കിത് പറഞ്ഞു തരുള്ളൂ, അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഇതിലില്ല. അപ്പോ അരവണയൊക്കെ വാങ്ങിച്ചോ? നിലവിൽ ഇന്നൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അപ്പോ അരവണയൊക്കെ കിട്ടിയിട്ടുണ്ടോ? 10 വീതമുള്ള കിട്ടിയിട്ടുള്ളൂ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 10-30 ആവശ്യക്കാരായിരുന്നു. അപ്പോൾ 10 വീതമുള്ള കിട്ടിയിരുന്നു. അതിൽ കുറച്ച് വിഷമമുണ്ട്. അതൊക്കെയാണ് ക്രിസ്റ്റീന. ഇത്തരത്തിലുള്ള തിരക്ക് വർദ്ധിക്കുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരെല്ലാം അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. 10 അരവണയാണെങ്കിൽ അതൊക്കെ വാങ്ങി അവർ മുന്നോട്ട് പോകാനുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലപൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. കോടതിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വാടക ഈടാക്കണമെന്ന് പറഞ്ഞത്. കോടതിയുടെ അന്തിമ തീരുമാനം 4-ാം തീയതി വരാൻ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ല, കോടതിയുടെ ഇടപെടല. അതായത് അവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ അവിടുത്തെ പറമ്പ്, പൂരപ്പറമ്പ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ, അത് ചെറിയ റേറ്റിനാണ് കൊടുത്തിരുന്നത്. ആർക്ക്? പൂര കമ്മിറ്റിക്ക്. അവർ എക്സിബിഷൻ നടത്തും. അപ്പോൾ സോമോട്ട കേസെടുത്ത് കോടതിയാണ്. കോടതി പറഞ്ഞു കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് ഈ പൂര കമ്മിറ്റിക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കൊമേഴ്സ്യൽ റെൻറ്റ് തന്നെ ഈടാക്കണം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇക്കാര്യത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണല്ലോ ദേവസ്വം മന്ത്രി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ യോഗം, അതിൽ ഒരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നാണോ നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരത്തിൽ തന്നെയാണ്. വളരെ പോസിറ്റീവായി ചർച്ചകൾ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ തലത്തിലും കരുതുന്നത്. എന്തായാലും ഇരു ദേവസ്വങ്ങളും, അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളും ഈ ചർച്ചയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തൃശൂർ അതിരൂപത അധ്യക്ഷനായിട്ടുള്ള മാറാണ്ടൂർ സ്ഥാനത്തെ ഉൾപ്പെടെ ഈ ഇരു ദേവസ്വങ്ങളും സമീപിച്ചുകൊണ്ട് പിന്തുണ തേടുന്ന സാഹചര്യം ഉൾപ്പെടെ അല്പം മുമ്പ് ഉച്ചയോടുകൂടി നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഇരു ദേവസ്വങ്ങളുമായി സംസാരിച്ചുകൊണ്ട്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വൈകിട്ട് 5 മണിക്കാണ് യോഗം. ഈ യോഗത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് സൂരജ് സജി പങ്കുവയ്ക്കുന്നത്.
കണ്ണൂർ പാട്യം പത്തായക്കുന്നിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനം. ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളികൾക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ആക്രി സാധനങ്ങൾ തരംതിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. അരുൺ, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്ന ആൾക്കാർ അത് പല രീതിയിൽ തരംതിരിക്കുന്നതിനിടെ ഉണ്ടാകുന്ന ഈ സ്ഫോടനം, പരിക്കേൽക്കുന്നു. അവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ, എവിടെ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിവായിട്ടുണ്ടോ? ക്രിസ്റ്റീൻ, എന്തായാലും ഈ പൊട്ടിയത് അസൽ സ്റ്റീൽ ബോംബാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ അവിടെ രാവിലെ പരിശോധന നടത്തി. അതൊരു സ്റ്റീൽ ബോംബാണെന്ന കാര്യം എന്തായാലും ആ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇനിയിപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ എവിടെ നിന്ന് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്റ്റീൽ ബോംബും ഇവരുടെ സാധനങ്ങൾ ഉൾപ്പെട്ടത് എന്ന കാര്യമാണ് അറിയേണ്ടത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത്. ഈ അസം സ്വദേശികളായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ ഈ കതിരൂർ പത്തായക്കുന്ന് മേഖലയിൽ ഇത്തരത്തിൽ ആക്രി സാധനങ്ങൾ പൊറുക്കി അവരിങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഈ സ്ഫോടനം നടന്ന വീട്ടിൽ തന്നെ ഏകദേശം 6ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആര് പൊറുക്കി അല്ലെങ്കിൽ ആര് ശേഖരിച്ച ആക്രി സാധനത്തിനൊപ്പമാണ് ഈ ബോംബ് ഉൾപ്പെടെ ഉണ്ടായത്, എവിടെ നിന്നാണ് ഇത് ശേഖരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. തലശ്ശേരി ACP ഉൾപ്പെടെയുള്ള പോലീസ് അവരുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ആ തരത്തിലുള്ള അന്വേഷണമാണ്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശേഖരിച്ച ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടയിൽ വേർതിരിച്ച് അതിന് അടിച്ചു പരത്തുന്ന ഒരു ജോലിയായിരുന്നു ഈ സെയ്ദലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടെയാണ് പെട്ടെന്ന് സ്ഫോടനമുണ്ടായി. ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഉൾപ്പെടെ അവിടത്തേക്ക് ഓടിയെത്തിയത്. ആ ഘട്ടത്തിൽ സെയ്ദലിക്കും അതോടൊപ്പം തന്നെ 2 കുട്ടികൾക്കും പരിക്കേറ്റിരുന്നു. സെയ്ദലിക്കാണ് അല്പം ഗുരുതരമായ പരിക്കുള്ളത്. കൈവിരൽ അറ്റുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേഹമാസകലം പരിക്കുകളുണ്ട്. 2 കുട്ടികൾ 8-10 വയസ്സുള്ള കുട്ടികൾക്കും പരിക്കുണ്ടെന്നാൽ ആ പരിക്കു സാരമുള്ളതല്ല. സെയ്ദലി ഇപ്പോൾ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സെയ്ദലിയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് വിശദമായി രേഖപ്പെടുത്തും. കൂടുതൽ അന്വേഷണം, വളരെ ഗൗരവത്തോടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നമുക്കറിയാം, 1 വർഷം മുമ്പാണ് മട്ടന്നൂർ ചാവശ്ശേരിയിൽ സമാനമായി ഇത്തരം ആക്രിക്കടയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച ഒരു സംഭവം ഉണ്ടായത്. അന്ന് 2 ജീവൻ, ആസാം സ്വദേശികളായ 2 പേർ ആ സ്ഫോടനത്തിൽ മരിച്ചിരുന്നു. ഇത്തരത്തിൽ സമാനമായി വീടിന് സമീപത്ത് വെച്ചും മറ്റ് ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ചൊക്കെ കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ ബോംബ് സ്ഫോടനമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. തലശ്ശേരി മേഖലയിൽ തന്നെ ഇതിനു മുമ്പും കഴിഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ കതിരൂർ പത്തായക്കുന്ന് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മുമ്പ് രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായിട്ടുള്ളൊരു മേഖല കൂടിയാണ്. അത്തരം പശ്ചാത്തലം കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ക്രിസ്റ്റീന. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കൊച്ചി കാക്കനാട് ഇടച്ചിറയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ആൽബിൻ എന്ന യുവാവാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു യുവാവിനെ, റോബർട്ട് ഡിക്സൺ എന്ന ആളെ കാക്കനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനാൽ വനിതാ ഓട്ടോ ഡ്രൈവറെ സ്റ്റാൻഡിൽ കയറുന്നതിൽ നിന്ന് CITU വിലക്കിയെന്ന് പരാതി. കാട്ടായക്കോണം സ്വദേശിനിയായ രജനിയെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. ചുമട്ടുതൊഴിലാളിയായ സഹോദരൻ രാജേഷിനോട് നാളെ മുതൽ ജോലിക്ക് കയറേണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. എൻ്റെ ഓട്ടോ തൊഴിലാളി അംഗവും അവിടുത്തെ മെമ്പർഷിപ്പുള്ള അംഗം, പാർട്ടി മെമ്പർഷിപ്പുള്ള അംഗമാണ്. എനിക്ക് ഇന്നലെ നവകേരളയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സ്റ്റാൻഡിലെത്തിയപ്പോൾ എനിക്ക് അവിടെ സ്റ്റാൻഡിൽ വണ്ടി ഇടാൻ പറ്റൂല, ഇനി ഒരു ദിവസം ആ വണ്ടി സ്റ്റാൻഡിൽ ഓടണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മിറ്റി വിളിച്ചു കൂട്ടി അവർ പിന്നീട് ചർച്ച ചെയ്ത് നിർത്താമെന്ന് പറയുന്നു. പക്ഷേ എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് ഞങ്ങൾ ബോധിക്കുമ്പോൾ മാത്രമേ അവിടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എനിക്കിപ്പോൾ പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ വർഷങ്ങളുകൊണ്ട് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ കാലം തൊട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴും വരെയും കമ്മ്യൂണിസ്റ്റുകാരാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബമാണ്, പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോഴും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണോ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? മറ്റുള്ളവരുടെ, അതായത് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന CITU നേതാക്കളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ?
ക്രിസ്റ്റീന, കാട്ടായിക്കോണം മങ്ങാട്ടുകോണം സ്വദേശിനിയാണ് നമ്മളിപ്പോൾ കണ്ട രജനി. രജനി 8 വർഷമായി ഈ കാട്ടായിക്കോണം സ്റ്റാൻഡിലാണ് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നത്. CITU അംഗവുമാണ്, മാത്രമല്ല CPIMന്റെ പാർട്ടി മെമ്പറുമൊക്കെയാണ്. ഇന്നലെയായിരുന്നു കഴക്കൂട്ടത്ത് നവകേരള സദസ്സ്, കഴക്കൂട്ടം മണ്ഡലവുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സ് നടന്നത്. ഇതിൽ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രജനിക്ക് പങ്കെടുക്കാൻ കഴിയാഞ്ഞത്. അതിനെ ചൊല്ലി പിന്നീട് വാക്കുതർക്കമാവുകയും അതിന്റെ ഒരു തുടർ ഫലമെന്നോണമാണ് ഇന്ന് ഓട്ടോ ഓടിക്കാനായി സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ഈ സ്റ്റാൻഡിൽ കയറണ്ട എന്ന് ഇവർ ഈ CITUവിന്റെ നേതാക്കൾ പറഞ്ഞത്. CITU കൺവീനറാണ് ആദ്യം തന്നെ രജനിയെ തടഞ്ഞത്. അതിനുശേഷം ഇനിയൊരു തീർപ്പുണ്ടാകുന്നത് വരെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടണ്ട എന്ന നിലയിലാണ് ഇന്നൊരു നടപടിയാണ് സ്വീകരിച്ചത്. അതേസമയം രജനി പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്താഞ്ഞത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വാക്കുതർക്കം മൂർച്ഛിച്ചപ്പോൾ കൂടുതൽ പരാതിയുമായി പോവുകയാണെങ്കിൽ നാളെ മുതൽ ചുമട്ടുതൊഴിലാളിയായ രാജേഷ് സഹോദരനാണ്, രാജേഷിനെയും ജോലിക്ക് കയറ്റില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായുള്ള പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CITUവിന്റെ ഔദ്യോഗികമായ ഇവർ ഈ ഭാരവാഹികൾ ആരും പ്രതികരിച്ചിട്ടില്ല. അവരോട് ആ പ്രതികരണം ചോദിച്ചപ്പോൾ അവർ ആ നിലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും വലിയ ഒരു ഗുരുതരമായ ഒരു തൊഴിൽ അവകാശ ലംഘനം എന്ന് പറയാൻ കഴിയും. നിലവിലൊരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് അത്തരത്തിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓടണ്ട എന്ന് പറഞ്ഞതെങ്കിൽ അത് ഗുരുതരമായ തൊഴിൽ പ്രശ്നമാണ്. എന്തായാലും അതിനെ സാധൂകരിക്കുന്ന നിലയിലുള്ള വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. ഈ രജനിയുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. ഇത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കാട്ടായിക്കോണത്തെ സ്റ്റാൻഡിൽ ഇവർക്ക് ഓടാൻ കഴിയുന്നില്ല. കുറച്ച് മാറിയാണ് ഇപ്പോൾ അവർ ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഭീഷണിയുടെ ദൃശ്യങ്ങൾ കൂടി 24-ന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പറയുന്ന വീഡിയോസ് എല്ലാം ഉണ്ട്. ഞാൻ രമേശനെ നീ ആര് പറയാനല്ലേ ചോദിച്ചത്? എന്തായാലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഇതിൽ എന്തൊക്കെയാണ്, ആരുടെ ഭാഗത്താണ് ശരിയെന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് കടുവയിറങ്ങി പ്രദേശവാസിയുടെ പശുവിനെ ആക്രമിച്ചു കൊന്നു. വഴിയരികിൽ കഴുത്തിലെ കയററ്റ നിലയിലാണ് പശുവിനെ കണ്ടെത്തിയത്. വനം വകുപ്പ് എത്തി പരിശോധന നടത്തി. യുവ കർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടിയത്. ഇതിന് സമീപമുള്ള മൂടക്കല്ലിൽ നിന്നാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്തെ, കഴിഞ്ഞ ദിവസം ഒരു കടുവയെ അവിടെ നിന്ന് പിടികൂടിയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒന്നിലേറെ കടുവകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് തന്നെയല്ലേ? വനംവകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഒന്നിലേറെ കടുവകളുടെ സാന്നിധ്യം മേഖലയിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം നേരത്തെ തന്നെ വനംവകുപ്പ് നടത്തിയതാണ്. കാരണം നേരത്തെ ഈ ഇതിനടുത്തുള്ള പ്രദേശത്ത് കണ്ടെത്തിയത് മറ്റൊരു കടുവയുടെ, നരഭോജി കടുവയുടെ അല്ലാത്ത ഒരു കാൽപ്പാടാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ട് എന്നുള്ളത് വനംവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പുലർച്ചെ ഈ വാഗേരി CC എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ CCക്ക് അടുത്ത് ആണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്ന് തൊഴുത്തിൽ ഒരു പശുക്കിടാവും ഒരു പശുവും ഉണ്ടായിരുന്നു. രാവിലെ സുരേന്ദ്രൻ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ പശു കെട്ട് അഴിഞ്ഞ നിലയിൽ, അതായത് കയറ് പൊട്ടിയ നിലയിൽ പശുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തൊഴുത്തിൽ പാതി കടിച്ചു തിന്ന നിലയിൽ ഈ പശു കിടാവിന്റെ ജഡം കണ്ടെത്തുന്നത്. 8 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് കടുവ പിടിച്ചത്. സമീപത്തെല്ലാം തന്നെ ഈ കാൽപ്പാടുകളെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ കടുവ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം രാവിലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഇത്തരത്തിലൊരു സംഭവം അടിക്കടി ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഇടയാക്കുന്നുണ്ട്. ഇതിനടുത്ത്, അതായത് മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം, പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ ആ പ്രദേശം ഏതാണ്ട് അടുത്താണ്. എല്ലാം 5 കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വലിയ രീതിയിലുള്ള കടുവ ആശങ്ക ഉള്ള സമയമാണ്. മേറ്റിംഗ് പീരീഡ് എന്നാണ് വനംവകുപ്പ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഇവരുടെ മേറ്റിംഗ് പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ കടുവകൾ ധാരാളമായി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാം തന്നെ വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച്
വലിയ രീതിയിലുള്ള ഒരു ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലവിൽ ഇത്തരം വയനാട്ടുകാർക്ക് കടുവാഭീതി ഒഴിയുന്നില്ല. ഈ ഒരു സമയത്ത് കൂടുതൽ കടുവകൾ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിശദീകരണവും മുന്നറിയിപ്പും വനം വകുപ്പ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഒന്നിലേറെ കടുവകളുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന്. കടുപ്പമേറിയ ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളതെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി നിയമിതയായ ദീപാദാസ് മുൻഷി കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. വാക്കുകളിലേക്ക്. Look, Kerala is something which is very similar to Bengal from the state I belongs, because we have also fought left parties for 35 years. And we have also faced this kind of problems there. So it is very similar. I have to reach there. I believe in ground reality. So I will sit with the leaders, speak to them, whatever decision they will take, and whatever decision the High Command take, because this is not, the India alliance is not done by the state leader. വിവരങ്ങളുമായി ചേരുന്നത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത് ബംഗാളിലേതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ. ബംഗാളിലും ലെഫ്റ്റ് പാർട്ടികൾക്കെതിരായി തങ്ങൾ വലിയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. ബംഗാളിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയാണ് ദീപാദാസ് മുൻഷി. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി നിൽക്കുന്ന LDFനോട് അവരുമായി ഉള്ള നയരൂപീകരണം അടക്കം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോക്ക് എന്നത് വലിയ ഉത്തരവാദിത്തമായി തന്നെയല്ലേ ദീപാദാസ് മുൻഷി കാണുന്നത്? ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ്. വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ഈ ഒരു ചുമതലയെ കാണുന്നത്. ഇന്നലെയാണ് AICC സംഘടനാ തലത്തിൽ അഴിച്ചുപണി വരുത്തുകയും താരിഖ് അൻവറെ മാറ്റി ദീപാദാസ് മുൻഷിയെ AICC ജനറൽ സെക്രട്ടറി, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി നിയമിക്കുകയും ചെയ്തത്. എന്തായാലും പുതിയ ചുമതല വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. കേരളത്തിലെ കോൺഗ്രസ് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം തന്നെ പൊതുവിഷയങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. അവിടുത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ. ശരി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി 24നോട് സംസാരിക്കുകയായിരുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. ബംഗാളിലേതിന് സമാനമായ സാഹചര്യങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിലൊക്കെ അപ്പുറമായി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ ഇടതുപക്ഷ പാർട്ടികളോട് ഏത് രീതിയിലുള്ള നയസമീപനമായിരിക്കും, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന സമയത്ത് എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്.